കൂട്ടുകാർക്കും ഹദീസ് പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ പ്രവാചകൻ്റെ ചര്യകൾ പാലിക്കുക. വിശുദ്ധ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള മാനേഴ്സ് പിന്തുടരുക. അൽ മുഹാഫല കാത്തു സൂക്ഷിക്കുക. അലസുന്ന വിശുദ്ധ പ്രവാചകൻ്റെ ചര്യകൾ. ആദാബിഹ വിശുദ്ധ പ്രവാചകൻ്റെ അദബുകളും. വിശുദ്ധ ഖുർആനിലെ ഹശ്ർ സൂറത്തിൽ 7-ാമത്തെ ആയത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. വിശുദ്ധ പ്രവാചകൻ നിരോധിച്ചത് നിരോധിക്കുക. അതുപോലെ വിശുദ്ധ ഖുർആൻ നജ്ം സൂറത്തിലെ 3-4 ആയത്തുകൾ, വമാ യൻതിഖു അനിൽ ഹവാ. വിശുദ്ധ പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇച്ഛപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വിശുദ്ധ പ്രവാചകൻ ദിവ്യമായ വെളിപാടിലൂടെയല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല. ഇനി നമ്മൾ ചോദിക്കാണ്, മാതാ അഹ്ലക മൻ ഖാല ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ നശിപ്പിച്ചതെന്താണ്? കസ്റത്തു സുആൽ അമിതമായ ചോദ്യം. അൽ ഇഖ്തിലാഫു അലൽ അംബിയാ. അംബിയാക്കളോട് വ്യത്യസ്ത അഭിപ്രായമുണ്ടായി. അപ്പോൾ അമിതമായി ഇങ്ങനെ ചോദിക്കുക എന്നുള്ളതൊരു നല്ല ലക്ഷണമല്ല. ചില സംഘടനകളിൽ അല്ലെങ്കിൽ ചില ആശയത്തിലൊക്കെ എപ്പോഴും സംശയങ്ങൾ അങ്ങനെ ഇബാദത്ത് ചെയ്യാതെ എല്ലാ കാര്യത്തിലും സംശയിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകളെ കാണാം. അപ്പം അത് നല്ലൊരു ലക്ഷണമല്ല. സംശയങ്ങളുണ്ടാവും, പക്ഷേ സംശയത്തിന് വേണ്ടി ഇങ്ങനെ ജീവിക്കുക, ഇടക്കിടക്ക് ആവശ്യമില്ലാത്ത ഇഷ്കാലുകൾ ഉണ്ടാക്കാന്നത് നല്ലൊരു സ്വഭാവമല്ല. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന. എൻ്റെ ഉമ്മത്തിലെല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാ മൻ അബ ചെയ്തവരൊഴികെ, വിസമ്മതിച്ചവരൊഴികെ. മൻഹും ആരാണ് ഈ വിസമ്മതിച്ച ആളുകൾ? നരകത്തിൽ പോകുന്ന വിസമ്മതിച്ച ആളുകൾ ആരാ? മന്നത്വാനി ദഖലൽ ജന്ന. എന്നെ അനുസരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി ഫഖദ് അബ. എന്നോട് എതിർ ചെയ്തവരാണ് വിസമ്മതിച്ചവർ. ഇനി പ്രവാചകൻ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി സ്വഫ് കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് സമമായി നിൽക്കണം. ലതുസവ്വുന്ന സുഫൂഫക്കും. നിങ്ങൾ സ്വഫൊക്കെ കൃത്യമായി നിൽക്കണം. ഔലയു ഖാലിഫന്നല്ലാഹു ബൈന വുജൂഹിക്കും. അള്ളാഹു നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ഇനി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിക്കുകയാണ്. അപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, മാദാ ഖാല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇൻദമാ യുഖബ്ബിലുൽ ഹജറ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നി അഅലമു. കല്ലേ എനിക്കറിയാം, അന്നക ഹജറുൻ. നീ ഒരു കല്ല് മാത്രമാണ്. മാ തൻഫഉ വലാ തദുറു. കല്ലേ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല. വലൗലാ അന്നീ റഅയ്തു റസൂലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ യുഖബ്ബിലുക നിന്നെ ചുംബിക്കുന്നത്, മാ ഖബ്ബൽതുക ഞാൻ ചുംബിക്കുമായിരുന്നില്ല. വിശുദ്ധ പ്രവാചകൻ അത് ചുംബിച്ചു എന്നതുകൊണ്ടാണ്. പ്രവാചകൻ്റെ ചര്യ പിന്തുടരുക. നഹാ റസൂലുള്ളാഹ്. അള്ളാഹിൻ്റെ റസൂൽ നിരോധിച്ചു. അനിൽ ഖദ്ഫി. ഖദ്ഫ് നിരോധിച്ചു. ഖദ്ഫ് പറഞ്ഞാൽ തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടുള്ള ഒരു പ്രത്യേക എയറാണ്. ആ എയർ എറിഞ്ഞാൽ ഒരാളെ പല്ല് പൊട്ടാം, കണ്ണ് ചൂഴ്ന്നറിയപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഖദ്ഫിനെ എതിർത്തത്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രവാചകൻ അയച്ചു. മസലു ബിഅ്സത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ പ്രവാചകൻ അയച്ചതിൻ്റെ ഉപമ എന്താ അറിയോ? ഒരാൾ ഒരു വിളക്ക് കൊളുത്തി. ആ വിളക്കിന് ചുറ്റും ഈയാമ്പാറ്റകൾ ഇങ്ങനെ പോയി സ്വയം മരിച്ചു വീഴാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഈയാമ്പാറ്റകളെ ഒരാൾ രക്ഷിക്കുന്നുണ്ട് നോക്കുക, പോകരുതേ എന്ന് പറഞ്ഞിട്ട് ആ രക്ഷകൻ്റെ റോളാണ് പ്രവാചകൻ്റെ. കമസലി റജുലിൻ. പ്രവാചകൻ്റെ
ഉപമ ഒരു ആളെ പോലെയാണ്. ഔഖദനാറ, തീ കൊളുത്തി, ഫജഅലൽ ജനാദി വൽ ഫറാശു യഖഅന ഫിഹ, പ്രാണികളൊക്കെ വിളക്കിന് ചുറ്റും ഇങ്ങനെ വരികയാണ്. വഹുവ യുദ്ഹിബ്ന അൻഹാ, ആ വ്യക്തി എന്ത് ചെയ്തു, അതിനൊക്കെ മാറ്റി. പിയാമ്പാറ്റകളെ, നിങ്ങൾ വെറുതെ തീനടുത്ത് പോയി ചാവരുത്, നരകാഗ്നിയിൽ നിങ്ങൾ വീഴരുത്. അനാഹിദും ബിഹജ്സിക്കും അനിന്നാർ, ഞാൻ നിങ്ങളെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൻതും തഫ്ലിത്തൂന മിൻ യദി, നിങ്ങളെൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുതറിയോടുന്നു. അപ്പോൾ മറ്റു ആയത്തിലുണ്ടല്ലോ, കുൻതും അലാ ഷഫാ ഹുഫ്രത്തി മിന്നാർ എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ നരകകുണ്ഡത്തിൻ്റെ വക്കിലിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് ഞാൻ.